ഇന്ന് ട്രിവാൻഡ്രം സ്റ്റൈൽ ഒരു മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ അയല മീനാണ് എടുത്തിരിക്കുന്നത്. 3 അയല മീൻ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ 3/4 കപ്പ് എടുത്തിട്ടുണ്ട് അരയ്ക്കാൻ വേണ്ടി. പിന്നെ കൊച്ചുള്ളി ഒരു 4 എണ്ണം രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പുളി ആവശ്യത്തിന്. പിന്നെ കറിവേപ്പില ഒരു കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങയും ഈ ഉള്ളിയും കറിവേപ്പിലയും പുളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടിയിട്ട് അരയ്ക്കണം. നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അരപ്പെല്ലാം കൂടി. നമുക്കിനി ഇത് ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് നമ്മൾ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ കലക്കി വെച്ചിരിക്കുന്ന അരപ്പിലോട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. കാരണം അരപ്പിത് കട്ടിയായതുകൊണ്ട് വെള്ളം ചേർത്തിട്ടുണ്ട്. അതിലോട്ട് ഈ മീൻ കഷ്ണം ഇട്ട് കൊടുക്കണം. ഇനി ഇതിലോട്ട് തക്കാളി അരിഞ്ഞതും, ഒരു തക്കാളിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഒരു തക്കാളി അരിഞ്ഞതും, ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് എരിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒരു പച്ചമുളക് ഇടുന്നത്. എരി കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് പച്ചമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കൂടുതൽ. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എല്ലാം കൂടി ഒന്ന് മിക്സായി വരാൻ. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഏകദേശം നമ്മുടെ മീൻകറി ഒന്ന് തിളച്ച് റെഡിയായി വരുന്നുണ്ട്. പക്ഷെ കുറച്ചും കൂടി വേവാറുണ്ട്. നമുക്കൊരു 5 മിനിറ്റും കൂടി അടച്ചു വയ്ക്കാം. ഏകദേശം നമ്മുടെ മീൻകറി ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്കതിൽ ഇടേണ്ടത് അവസാനമായിട്ടും കുറച്ച് വെളിച്ചെണ്ണയും അതേപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒരു ഫൈനലായിട്ടുള്ള ഒരു ടേസ്റ്റിന് വേണ്ടിയാണ്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ വെളിച്ചെണ്ണ ഇടുമ്പോഴത്തേക്കും എരിവും എല്ലാം കൂടുതലുണ്ടെങ്കിൽ അത് കുറയാനും പറ്റും. അങ്ങനെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കൂടുതൽ കുക്കിംഗ് വീഡിയോസ് കാണുന്നതിന് വേണ്ടി പ്ലീസ് ഫോളോ മീ. താങ്ക് യു.